ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നേ ദിനം കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കാനായിലെ കല്യാണ വിരുന്നിലേക്ക് യേശുവും തന്റെ ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കുകയും സർവശക്തനായ യേശു അവിടെ വീഞ്ഞു തീർന്നുപോയി എന്ന കാര്യം മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് പരിശുദ്ധ അമ്മ ഈശോയോട് പറയുന്നത് അവർക്ക് വീഞ്ഞു തീർന്നുപോയി എന്ന്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. എന്നാൽ അത് കഴിയുമ്പോൾ ഈശോ തന്റെ അമ്മയോടുള്ള സ്നേഹത്തെയും ബഹുമാനത്തെയും പ്രതി അവിടെ ഒരു വലിയ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അവിടെ വെള്ളം വീഞ്ഞായി മാറുന്നു. ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയും ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളും യേശു അറിഞ്ഞിരിക്കെ തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് അവിടുന്ന് വില നൽകുന്നു എന്നതാണ്. ആയതിനാൽ തന്നെ നമുക്കും നമ്മുടെ ജീവിതത്തിലുടനീളം ഓരോ കാര്യങ്ങൾക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ആവശ്യപ്പെടാം. പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആവേ മരിയ.